നിസ്കരിക്കാത്തൊരു മനുഷ്യനോട്, എന്തെങ്കിലും സ്വതക്ക ഒന്നും കൊടുക്കാത്ത ആളോട് ഒരു രൂപയെങ്കിലും കൊടുത്തേക്ക്, ഒരു 5 രൂപയെങ്കിലും കൊടുത്തേക്ക്, 10 രൂപയെങ്കിലും കൊടുത്തേക്ക് എന്ന് പറയുമ്പോ നിസ്സാരമായി കാണുന്നവര് 10 കൊടുക്കുകയാണെങ്കിൽ 500 കൊടുക്കണം, അത് ഞാൻ കൊടുക്കൂല, അപ്പൊ 10 കൊടുക്കൂല. വിധങ്ങൾ പറയും, നിസ്സാരമായ തെറ്റുകൾ നിങ്ങൾ ഗൗരവത്തിൽ കാണേണ്ട പോലെ നിങ്ങൾ നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന നന്മകൾ നിങ്ങൾ ഒരിക്കലും തന്നെ അലംഭാവത്തോടെ കാണല്ലേ. ചെറിയ നന്മകൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു തന്നേക്കും. ചിലപ്പോ ചെറിയ നന്മക്ക് വലിയ പ്രതിഫലം. രാത്രി തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറയുമ്പോ എന്നെ കൊണ്ടാവില്ല, ഇടോ ഒരു റക്അത്തെങ്കിലും നിസ്കരിക്ക്. ഇജ്അലൂ ആഖിറ സ്വലാത്തികും ബില്ലൈലി വിത്റാ, രാത്രിയിലെ നിങ്ങളുടെ അവസാനത്തെ നിസ്കാരം സുബ്ഹിന്റെ മുമ്പ് വിത്റായി കൊള്ളട്ടെ എന്ന് നിബിധങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരുടെ മദ്ഹബ് പ്രകാരം, ഹനഫി മദ്ഹബ് പ്രകാരം വാജിബാണ് വിത്ർ. നമുക്ക് വളരെ പ്രബലമായ സുന്നത്ത് ഒരു റക്അത്തെങ്കിലും നിസ്കരിച്ചൂടെ എന്ന് പറഞ്ഞാൽ, ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു 8 or 10 നിസ്കരിക്കണം, 1 നിസ്കരിച്ചിട്ട് എന്ത് കാര്യം, ഞാനത് ചെയ്യൂല എന്ന് നന്മയെ നിസ്സാരമായി കാണുന്നവര് അങ്ങനെ ഉണ്ടാവും. എന്തും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്നഹ്, റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്നഹ്, സ്വർഗ്ഗത്തിൽ ഒരാൾ ഉരുണ്ട് മറിഞ്ഞു കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വർഗ്ഗത്തിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി നടക്കുന്ന ഒരാൾ ഭാഗ്യവാൻ, ഭാഗ്യവാൻ, മഹ്ദൂദ്. ആരാണ് ആ മനുഷ്യൻ? റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്നഹ്, സ്വർഗ്ഗത്തിൽ കടക്കാനുണ്ടായ കാരണം എന്താണെന്നറിയുമോ? ഷഹീദായി മരിച്ചതാണോ? അല്ല. സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ വഴിക്ക് കൊടുത്ത ആളാണോ? അതുമല്ല. മരണം വരെ മാതാപിതാക്കൾക്ക് നന്മ മാത്രം ചെയ്തു പോകുന്ന മകനായതുകൊണ്ടാണോ സ്വർഗ്ഗത്തിൽ ആനന്ദിച്ചു നടന്നത്? അതുമല്ല. ജനങ്ങൾക്ക് ഒരുപാട് നന്മ പറഞ്ഞു കൊടുത്ത ഒരു ആലിമോ ഒരു ദാഇയോ ഒരു പ്രബോധകനോ ആയതുകൊണ്ടാണോ? അതുമല്ല. സമൂഹത്തിന് നേതൃത്വം കൊടുത്ത വലിയൊരു പണ്ഡിതനായതുകൊണ്ടാണോ? അതൊന്നുമല്ല. റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആസ്വദിച്ചു നടക്കുന്ന ഒരാളെ ഞാൻ കണ്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാരണമെന്നറിഞ്ഞുവോ? ബിഫളി ശൗഖിൻ അസാലഹു അൻ ത്വരീഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന ഒരു വഴിയിൽ, വിശ്വാസികൾ കടന്നു പോകുന്ന ഒരു വഴിയിൽ ഒരു മുള്ളിന്റെ കെട്ടുണ്ടായിരുന്നു. ആ ഒരു മുള്ള് തന്റെ കൈ കൊണ്ട് എടുത്തു മാറ്റി ആ വഴിയിലെ തടസ്സം നീക്കിയതിന്റെ പേരിൽ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗം കൊടുത്തുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരമായ നന്മകൾ എന്ന് കാണല്ലേ. ചില നന്മകൾ അല്ലാഹുവിന്റെ അടുത്ത് വലുതാണ്, തിന്മകൾ നിസ്സാരമെന്ന് കരുതല്ലേ. ചില തിന്മകൾ അല്ലാഹുവിന്റെ അടുത്ത് ഗൗരവമുള്ളതാണ്. ഇയ്യാകും വമുഹഖിറാത്തിദ് ദുനൂബ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാളും ഒരു നന്മയും ലാ യഹ്തഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നന്മയും നിസ്സാരമായി കാണരുത്. തങ്ങൾ പറഞ്ഞു, വലോ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുൽഖ്, നല്ല പ്രസന്നമായ മുഖത്തോടുകൂടെ നീ നിന്റെ സഹോദരനെ കാണുന്നത്, ഒരു സഹോദരി തന്റെ സഹോദരിയെ കാണുന്നത്, ആങ്ങളമാർ പെങ്ങന്മാരെ, ഭാര്യമാർ ഭർത്താക്കന്മാരെ, ഭർത്താവ് ഭാര്യയെ, മാതാപിതാക്കൾ മക്കളെ, മക്കള് മാതാപിതാക്കളെ, ജ്യേഷ്ഠാനുജന്മാർ പുരുഷന്മാർ അവർ തമ്മിൽ, സ്ത്രീകൾ അവർ തമ്മിൽ പ്രസന്നമായ ഒരു മുഖത്തോട് കൂടെ കണ്ടുമുട്ടുന്നത് പോലും നിങ്ങൾ നിസ്സാരമായി കാണല്ലേ. അതിനല്ലാഹു വലിയ പ്രതിഫലം നൽകിയേക്കും. നല്ല പ്രസന്നതയോടുകൂടെ നടക്കുക, സന്തോഷത്തോടുകൂടെ നടക്കുക. മുഖത്തൊരു പ്രസന്നതയും വെളിച്ചവും ഒരു ചിരിയോ പുഞ്ചിരിയോ മുഖത്തുണ്ടാവുന്നത് നിസ്സാരമായി കാണല്ലേ. അതിപ്പോൾ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കല്ലേ. വലിയ കൂലി അല്ലാഹു നൽകിയേക്കും. സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന ഒരാൾക്ക് സ്വർഗം കിട്ടാൻ കാരണം പറഞ്ഞത് ബിഫളി ശൗഖിൻ. നബി തങ്ങൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിൽ കടന്ന ഒരാൾ ഫീ ശജറത്തിൻ ഖതഅഹാ അൻ ളുഹ്രി ത്വരീഖ്, വഴിയിൽ തടസ്സമായി നിന്നിരുന്ന ഒരു മരം മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരാൾക്ക് അല്ലാഹു സ്വർഗം നൽകിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരം റോഡിലേക്ക് നിൽക്കാൻ അതിന്റെ കൊമ്പ് വെട്ടി കൊടുക്കുന്നത്,
ചില കൂട്ടുകാരൊക്കെ പറയേ സ്വർണത്തിന്റെ വില ആയിരിക്കും അപ്പൊ ആ മരത്തിന് അയാൾക്ക്. ആ കൊമ്പ് വെട്ടിക്കൂടെ? വെട്ടൂല. വഴിക്ക് തടസ്സമാകുന്നത്, വാഹനങ്ങൾ കടന്നു പോകാൻ തടസ്സമാകുന്ന ഒരു മരം ഒരാൾ വെട്ടിക്കൊടുക്കുന്നത്, വാഹനം കടന്നു പോകാൻ പ്രയാസമുള്ള ഒരു മതില് ഒരാൾ മാറ്റിക്കുത്തുന്നത്, വാഹനം കടന്നു പോകാൻ വേണ്ടി ഒരൽപ്പം വഴി കൊടുക്കുന്നത് ഒക്കെ നിസ്സാരമെന്ന് വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ സ്വർഗം കിട്ടാൻ കാരണമായേക്കും. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാനുണ്ടായ കാരണം, രണ്ടാളെ കുറിച്ച് ഒരാൾ കടന്നത് ഒരു മുള്ള് കൈകൊണ്ടെടുത്തു മാറ്റിയപ്പോ വേറൊരാൾ സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഒരു മരം തടസ്സമായിരുന്നപ്പോ, വഴിയിൽ തടസ്സമായിരുന്നപ്പോ അത് മുറിച്ചു മാറ്റി കൊടുത്തതിന്റെ പേരിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഇസ്രായീലിലെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റവും അത്ഭുതമുള്ള കഥ അതാണ്. ബനു ഇസ്രായേൽ കടന്നുപോയ പെണ്ണ് ബഗിയുൻ മിൻ ബഹായ ബനി ഇസ്രായീൽ. ബഗി എന്നേ പറയൂ, ബഗിയത്ത് എന്ന് പറയേണ്ടതില്ല. വ്യഭിചാരം തൊഴിലായി കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിനെയാണ് ബഗി എന്ന് പറയുന്നത്. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, ഒരുപാട് ആളുകളുമായി വ്യഭിചരിച്ച് നടക്കുന്നവൾ. ദാഹിച്ചവള് വെള്ളം കുടിച്ച് ഒരു യാത്രക്കിടെ വെള്ളം കുടിച്ച് കയറി വന്നപ്പോ താൻ കുടിച്ച വെള്ളം കയ്യിൽ നിന്ന് വായിൽ നിന്ന് താഴെ ഉറ്റിപ്പോയ മണ്ണ് അത് നക്കിത്തുടച്ചുകൊണ്ടിരുന്ന ഒരു നായ അതിന്റെ വേദന കണ്ടപ്പോ അതിന് ദാഹിക്കുന്നുണ്ടല്ലോ, എന്നെ പോലെ തന്നെ അതിന് ജീവനുണ്ടല്ലോ എന്ന് കരുതി കൽബിൽ ഒരു കാരുണ്യം മണപൊട്ടുകയും ആ കിണറ്റിലേക്ക് രണ്ടാമതും ഇറങ്ങുകയും പാത്രം കോരിയെടുക്കാൻ കിട്ടാതെ വന്നപ്പോ തന്റെ ഷൂ അഴിച്ച് അതിൽ വെള്ളമെടുത്തു വന്ന് നായയെ കുടിപ്പിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുത്തുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസ് അല്ലയോ? അല്ലാഹു തആല ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യം ചെയ്ത പെണ്ണ് അല്ലാഹു തആല പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ, അല്ലാഹു മാപ്പ് തരുമെന്ന പ്രതീക്ഷയിൽ ഒരു വെള്ളം ഒരു ജീവിക്ക് കുടിപ്പിച്ചത്, അത് മുഗല്ലളായ നജസ് എന്ന് പറയുന്ന ജീവിക്ക്, നജസുകളിൽ കാഠിന്യമുള്ള നജസിന്, ആ ജീവിക്ക് വെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ അല്ലാഹു സ്വർഗം കൊടുത്തുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനദറല്ലാഹു ഇലൈഹാ ഫഗഫറ ലഹാ. അവളിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാവുകയും അള്ളാഹു അവൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, ഒരു പെണ്ണും രണ്ട് പെൺകുട്ടികളും കടന്നു വന്ന നേരം ഒരു പെണ്ണ് വന്നു, അവളുടെ കൂടെ രണ്ട് കുട്ടികൾ, ഒരു ഉമ്മയും രണ്ട് മക്കളും ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു, ബൈത്തുൻ നുബുവത്തിലേക്ക് വന്നു. അവര് പറഞ്ഞു, ആയിഷ ബീവി, യാ ഉമ്മൽ മുഅ്മിനീൻ, ആയിഷ ബീവി 3 ദിവസമായി എന്റെ വയറ്റിലേക്ക് വായിലേക്ക് ഒരു ഭക്ഷണവും കടന്നു പോയിട്ടില്ല, എന്റെ മക്കൾക്കും എന്തെങ്കിലും തരണം, എന്തെങ്കിലും തരണം. ആര് ചോദിക്കുന്നു? ഒരു സാധുവായ പെണ്ണ് 2 പെൺമക്കളെയും കൊണ്ടുവന്നിരിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിലേക്ക് ചെന്നു, റൂമിലേക്ക് ചെന്നു. എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? ആയിഷ ബീവിക്ക് കിട്ടിയ ഭക്ഷണം എത്രയാണെന്നറിയുമോ? 3 തമറാത്തിൻ, 3 കാരക്കയാണ്. ഒരു ചാക്ക് അരിവിടെയില്ല, സ്റ്റോർ റൂം അവിടെ കിടക്കുന്നില്ല, മാസങ്ങളോളം തിന്നാനുള്ള ഗോതമ്പ് അവിടെയില്ല. നുബുവത്തിന്റെ വീട്ടിൽ കാണുന്നത് 3 കാരക്കയാണ്. 3 കാരക്ക ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവന്നു. ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഓരോ പെൺമക്കൾക്ക് കൊടുത്തു. ഒന്ന് ആ ഉമ്മ കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കെ 2 കുട്ടികളും വളരെ പെട്ടെന്ന് ഓരോരോ കാരക്കകൾ വായിലേക്കിട്ട് ഉമ്മ തന്റെ ഒരു ഓഹരി തിന്നാൻ പോകുമ്പോ 2 മക്കളും പറഞ്ഞു, ഉമ്മ എനിക്ക് വേണം, മതിയായിട്ടില്ല ഉമ്മ, വിശപ്പടങ്ങിയിട്ടില്ല. 3 ദിവസമായി ഒരു ഭക്ഷണം പോലും കഴിക്കാത്ത ഈ പെണ്ണ് തന്റെ വായിലേക്ക് ആ ഒരു കാരക്ക കൊണ്ടുപോകുന്ന നേരത്ത് തന്റെ പിഞ്ചുമക്കളോട് തോന്നിയ കാരുണ്യം കാരണം താൻ തിന്നേണ്ട തന്റെ ഓഹരി തിന്നാതെ ആ കാരക്ക 2 പകുതിയായി കൊടുത്ത് ഓരോ പെൺകുട്ടികൾക്കും കൊടുത്തത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, റഅയ്തു അജബൻ യാ നബിയല്ലാഹ്, അത്ഭുതം കണ്ടു നബിയേ, ഞാൻ അത്ഭുതം കണ്ടു നബിയേ. എന്താ അത്ഭുതം? ഓരോരോ കാരക്ക ഓരോരുത്തർക്കും വീതിച്ചെടുക്കാനുള്ളത്, ഓരോന്നും ആ കുഞ്ഞുങ്ങൾ
തിന്നു കഴിഞ്ഞ് ഉമ്മയോട് ഉമ്മയുടെ ഓഹരി വേണമെന്ന് പറഞ്ഞപ്പോ അത് വായിലേക്ക് കൊണ്ടുപോകാതെ പിഞ്ചു മക്കൾക്ക് ചീന്തിക്കൊടുത്ത ആ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി നബിയേ. ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി കൊടുത്ത വാക്കെന്താണെന്നറിയുമോ? യാ ആയിഷ ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. അത് കാരണം ഏതാണ് അത് എന്ന് പറഞ്ഞത്? ഒരു കാരക്കയുടെ ചീന്ത്, ഒരു കാരക്ക രണ്ടായി പകുത്തത്. അത് കാരണം ആ പെണ്ണിനല്ലാഹു സ്വർഗം നിർബന്ധമാക്കി ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന സംഗതി ഒരുപക്ഷെ അല്ലാഹു കബൂലാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമല്ലയോ? അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ അത് മതിയല്ലോ. അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. പാപങ്ങൾ ചെയ്തവർ തൗബ ചെയ്യണം. നമ്മളൊക്കെ തൗബ ചെയ്യേണ്ടവർ, നമ്മളൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങേണ്ടവർ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടവർ. ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു സ്വഹാബി, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ മദീനയിലെ ഒരു കച്ചവടക്കാരൻ, ഒരു സാധാരണ കച്ചവടക്കാരൻ. എന്റെ റൂമിലേക്ക്, എന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഒരു പെണ്ണ് വന്നു, ഒരു സാധനം അന്വേഷിച്ച്. അതെന്റെ അടുത്തില്ല. ഞാൻ പറഞ്ഞു അകത്തുണ്ട് എന്ന്. അവളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ അവൾ സൗന്ദര്യമുള്ളവളായിരുന്നു നബിയെ. ഞാൻ അവളെ ചുംബിച്ചുപോയി എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് സങ്കടം വന്ന് പറഞ്ഞപ്പോൾ നിബിതങ്ങൾ എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ അള്ളാഹുവിന്റെ വഹി വരാൻ കാത്തിരിക്കുന്നു. എന്തു പറയണം തന്റെ അനുയായിയോട്? ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, ആ പാപത്തിന് എന്താണ് പ്രായശ്ചിത്തം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്ത്. തീർച്ചയായും നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കുമെന്ന അള്ളാഹുവിന്റെ വചനം അവതരിക്കാൻ കാരണം ഈ സംഭവമാണ്. ഇന്നൽ ഹസനാതി, നന്മകൾ, യുദ്ഹിബിനസ് സയ്യിആത്ത്, തിന്മകളെ ഇല്ലാതെയാക്കും. തെറ്റുകൾ നീക്കിക്കളയാൻ നന്മകൾക്ക് സാധിക്കും. നന്മകൾ ചെയ്തുകൊണ്ട് തെറ്റ് നിലനിർത്തണം എന്നല്ല അതിനർത്ഥം. തെറ്റ് ചെയ്തതിനെ പൊറുപ്പിച്ചു കിട്ടാൻ പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം. അതോടൊപ്പം നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്, സ്വതക്ക ചെയ്യുന്നത്, ദാനധർമ്മം ചെയ്യുന്നത്, ഖുർആൻ ഓതുന്നത്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, യതീമുകളെ സംരക്ഷിക്കുന്നത്, വിധവകൾക്ക് സഹായം ചെയ്യുന്നത്, പാവപ്പെട്ടവന് സഹായം ചെയ്തു കൊടുക്കുന്നത്, ഇതെല്ലാം ചെയ്തുപോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. പാപങ്ങൾ നടക്കുന്നൊരു സമൂഹത്തിൽ അള്ളാഹുവിന്റെ അദാബ് വരും. അതാണ് പേടിക്കേണ്ടത്. നിസ്സാരമായി വിചാരിക്കുന്ന സംഗതികൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ